ഇന്നലെയാണോ ഇന്നാണോന്ന് അറിയില്ല. ഞാൻ ഷെസാമിന്റെ ഒരു വീഡിയോ കണ്ടിങ്ങനെ റീൽസ് സ്ക്രോൾ ചെയ്യുമ്പോ. നോർമലി ഷെസാമിന്റെ വീഡിയോസ് കാണുന്നത് കാരണം എനിക്ക് ഇഷ്ടം അത് കാണുന്നത് അത് കേൾക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ലൈക്ക് ഭയങ്കര റിലേറ്റിംഗ് ആയിരുന്നു. അപ്പം ഇത് കണ്ടപ്പോ എനിക്ക് ഭയങ്കരമായിട്ട് എന്റെ ലൈഫിൽ റിലേറ്റിംഗ് ആയ ഒരു സംഭവമായിരുന്നു. ഞാൻ കഴിച്ചു തരാം. ഞാനേ പറഞ്ഞു ചക്കില്ല ജീവിതത്തില് ലോയൽറ്റി ട്രസ്റ്റ് എന്നൊക്കെ പറയുന്ന സാധനത്തിനൊക്കെ പൈസയിട്ട് ആളും വിലയുണ്ട്. ഭയങ്കര കാശിപ്പായ പിന്നെ ഇതൊന്നും കിട്ടുന്ന തിരിച്ച് നല്ലൊരു പ്രണയം ഇതൊന്നും കിട്ടില്ല. അതുകൊണ്ട് അതാണ് ഈ പ്രധാന ചതിക്കുക. എനിക്ക് സത്യസന്ധമായ കാര്യമല്ലേ പറഞ്ഞത്. ലൈക്ക് എന്റെ ലൈഫിൽ എന്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. നമുക്ക് തിരിച്ചു കിട്ടുന്ന വെച്ച് ഭയങ്കര ലോയൽ ആയിട്ടൊക്കെ നമ്മൾ നിൽക്കും. ഞാനൊരു ലോയൽ പേഴ്സൺ ആണ്, ജെന്യൂൻ പേഴ്സൺ ആണ്. എന്നെ പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റും, എന്നെ അതേപോലെ ചതിക്കാനും പറ്റുന്ന ഒരാളാണ്. കാരണം ഞാൻ ഭയങ്കര തുറന്ന പുസ്തകമാണ്. സോ ഇപ്പം ഫ്രണ്ട്ഷിപ്പിൽ ഒരുപാട് ചെരുപ്പടികൾ ഏറ്റു വാങ്ങിയ ഒരു വ്യക്തിയാണ് ഞാൻ. എനിക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടിയതും ഫ്രണ്ട്ഷിപ്പിലാണ്. സോ എന്താ പറയാ, ഒരിക്കൽ ഒരു ആളിൽ ഭയങ്കര ലോയൽ ആയിട്ട് നിന്ന്, അതിപ്പോ റിലേഷൻ ആയിക്കോട്ടെ, ഫാമിലി ആയിക്കോട്ടെ, ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഞാൻ ഭയങ്കരമായിട്ട് ലോയൽ ആയിട്ട് നിൽക്കും. അപ്പം റിലേഷനിൽ ഇപ്പൊ എന്റെ അടുത്ത് ഒരാൾ അപ്രോച്ച് ചെയ്യാൻ തന്നെ ഞാൻ ആദ്യം തന്നെ പറയുന്നത് ഞാൻ കമ്മിറ്റഡ് ആണ്, എനിക്ക് ആളുണ്ട്, അങ്ങനത്തെ ഒരു രീതിയിൽ ഞാൻ ഭയങ്കരമായിട്ട് ഓപ്പൺ ആയിട്ട് തുറന്നു പറയും. മുഖത്തടിച്ച പോലെ പറയും. ചിലപ്പോ അവരുടെ മുഖത്ത് പോലും നോക്കാതെയായിരിക്കും ഞാൻ കാര്യം പറയുന്നത്. കാരണം എനിക്ക് അവരുടെ മുഖത്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ ഫ്രണ്ട്ഷിപ്പ് ആണെങ്കിൽ തന്നെ ഞാൻ ഫ്രണ്ട്ഷിപ്പിന് ഭയങ്കര വാല്യൂ കൊടുക്കുന്ന ഒരാളാ. എനിക്ക് കുറച്ച് ഫ്രണ്ട്സ് ഉള്ളൂ, ഭയങ്കര കുറച്ച് ഫ്രണ്ട്സ്, പക്ഷെ എല്ലാരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സാ. അപ്പം സ്മോൾ സർക്കിളാണ്, പക്ഷെ അത് സ്ട്രോങ് സർക്കിളാണ്. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്താ പറയാ, ഫാമിലിയിലാണെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി എന്ത് റിസ്ക് എടുക്കാനും ഞാൻ റെഡിയാ. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടി ഭയങ്കര ഇമ്പോർട്ടൻസ് ഞാൻ കൊടുക്കും, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുകയും ചെയ്യും. അവർക്ക് എന്റെ പ്രശ്നങ്ങൾ പോലും ഞാൻ മാറ്റി വെച്ച് അവരുടെ പ്രശ്നങ്ങൾ ആദ്യം തീർക്കാനുള്ള ഇതിലായിരിക്കും ഞാൻ. അപ്പം ഇനി അങ്ങോട്ടുള്ള ജനറേഷനിൽ ഇത് കാണാൻ പറ്റത്തില്ല. നമുക്ക് വേണമെങ്കിൽ മ്യൂസിയത്തിൽ എടുത്തു വെക്കാം. ജെന്യൂനിറ്റി, ലോയാലിറ്റി, ട്രസ്റ്റ് ഇങ്ങനെ എടുത്തു വെക്കാനുള്ള ഒരു സംഭവമായിട്ട് മാറും. എൻഡേഞ്ചേർഡ് ആനിമൽസ് എന്നൊക്കെ പറയുന്ന പോലെ എൻഡേഞ്ചേർഡ് ക്യാരക്ടേഴ്സ് എന്നൊക്കെ പറയാം. അപ്പം എനിക്കിപ്പം എന്റെ ലൈഫിൽ എന്നെ ഒരാൾ ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയാ, പിന്നെ എന്റെ ആ ഒരു ക്യാരക്ടർ കാണത്തില്ല. അത് മൊത്തത്തിൽ ഞാൻ മാറ്റി വെച്ച് ഞാൻ പുതിയൊരു ക്യാരക്ടർ ബിൽഡ് ചെയ്ത്, ചിലപ്പം എന്റെ ട്രൂ ക്യാരക്ടർ മാറ്റി വെച്ചിട്ട് ഫേക്ക് ക്യാരക്ടർ ഞാൻ ബിൽഡ് ചെയ്യാം. പക്ഷെ ആ ഒരു ഫേക്ക് ക്യാരക്ടർ ഞാൻ ഭയങ്കര കംഫർട്ടബിൾ ആയിരിക്കും. ഞാൻ ആരെ കുറിച്ചും അന്വേഷിക്കത്തില്ല, ആരെ കുറിച്ചും എന്താ അവരെന്ത് എന്നെ കുറിച്ച് വിചാരിക്കും, എന്നെ കുറിച്ച് എന്ത് പറയും, ലൈക്ക് അങ്ങനൊന്നും ഞാൻ, ലൈക്ക് നമ്മുടെ മൈൻഡ് ഭയങ്കര നെവർ മൈൻഡ് ആയിരിക്കും. ഡസൻ മാറ്റർ ടു മീ, അങ്ങനത്തെ ഒരു വൈബിൽ നമ്മൾ പോകും. നമ്മൾ ഭയങ്കര കംഫർട്ട് ആയിരിക്കും. ഭയങ്കര കംഫർട്ട് വെച്ചാൽ നമുക്ക് പിന്നെ ആ ഒരു കംഫർട്ട്നെസ് നമുക്ക് പുറത്തു വരാൻ തോന്നില്ല. അത് ഭയങ്കര നമ്മുടെ ഫേവറേറ്റ് കംഫർട്ട് സോൺ ആയിരിക്കും. സോ എനിക്ക് പറയാനുള്ളത്, ഞാൻ എന്റെ എക്സ്പീരിയൻസിൽ കണ്ടിട്ടുണ്ട്, ഭാര്യയും ഭർത്താവും പോലും വേറെ പോകുന്നു, ഭാര്യ പോകുന്നു, ഭർത്താവ് വേറെ പോകുന്നു, തിരിച്ച് വീട്ടിൽ വന്നാൽ അവരൊരു ഫാമിലി. സോ ഇനിയുള്ള ജനറേഷൻ ഇങ്ങനെ ഉണ്ടാവും. ലോയൽ, ജെന്യൂൻ, ട്രസ്റ്റ് ഇതൊന്നും കാണാൻ പോകുന്നില്ല, ഒരിക്കലും ഇല്ല. പക്ഷെ ഇപ്പൊ നിങ്ങളുടെ ലൈഫില് ഇപ്പൊ ഈ പറഞ്ഞ ഒരു ലോയൽ ആയിട്ടുള്ള പേഴ്സൺ, ജെന്യൂൻ ആയിട്ടുള്ള പേഴ്സൺ, ഒരു ട്രസ്റ്റിംഗ് പേഴ്സൺ ഉണ്ടെങ്കിൽ നെവർ മിസ് ദം. അതാണ് എനിക്ക് പറയാനുള്ളത്. നെവർ മിസ് ദം. നിങ്ങൾ മിസ് ചെയ്ത് കഴിഞ്ഞാൽ പോയി. പിന്നെ നിങ്ങൾ എവിടെ പോയി തെരഞ്ഞു കഴിഞ്ഞാലും നിങ്ങൾക്ക് അങ്ങനെ ഒരാളെ കിട്ടാൻ പോണില്ല. തിരിച്ച് അയാളുടെ അടുത്ത് തന്നെ പോയി കഴിഞ്ഞാൽ മേ ബി അയാൾ നിങ്ങളെ സ്വീകരിക്കണമെന്നുമില്ല. ഒരിക്കലും എന്റെ ഒരു അനുഭവത്തിന് ഒരിക്കലും നടക്കാൻ പോകുന്നില്ല. കാരണം ആ ഒരു ക്യാരക്ടർ പിന്നെ അയാൾക്കുള്ളതല്ല, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്കുള്ളതല്ല, അവർക്കുള്ളതല്ല. നമ്മൾക്ക് പിന്നെ വേറെ ഫ്രണ്ട്സ് ഉണ്ടാവും, ആൾക്കാരുണ്ടാവും, ഫാമിലി. ചിലപ്പോൾ ഫാമിലിന്റെ അടുത്ത് പോലും നമുക്ക് പിന്നെ അങ്ങനെ നിൽക്കാൻ പറ്റില്ല. ഫാമിലിയൊക്കെ ചതിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അങ്ങനെ നിൽക്കാൻ പറ്റത്തില്ല. സോ ബി ലോയൽ ആൻഡ് ടേക്ക് ലോയൽ. ഓക്കെ, ഗിവ് റെസ്പെക്ട്, ടേക്ക് റെസ്പെക്ട്. അതുപോലെ